അടുത്തതായി ഒരു അടിപൊളി സ്കിറ്റുമായിട്ട് വേദിയിലെത്തുന്നു കിങ് ജോക്കേഴ്സ്. ഒരു പൊട്ടമോഹം ഈ പാഴ്മനസ്സിൽ വന്നപ്പോ ആദ്യം ഞാൻ ഓടി വന്നു ഇങ്ങോട്ടാ. എന്നിട്ടിപ്പോ എന്റെ കൈ പൊള്ളിച്ചല്ലേ. എന്നിട്ട് മേശപ്പുറത്തിന് ചിരിക്കുവാ. എനിക്ക് കാണണ്ട ഈ മുഞ്ഞി, എനിക്ക് കാണണ്ട ഈ മോന്ത. ഇത് എന്നാ ഭാഷയാണ് ഈ പറയുന്നത്? എന്താ മുഞ്ഞി മോന്താന്നൊക്കെ ഇത് എന്നാ ഭാഷ ഇത്? ഓ, ഈ നാട്ടില് മോന്തയ്ക്ക് മുഞ്ഞി മോന്തേന്നൊക്കെ മുഖത്തിന് പറയുന്നത്. തമിഴ്നാട്ടിൽ വേറെ പറയണേ, ഞാൻ പറയട്ടെ. വേണ്ട, എനിക്കറിയാം. അവിടെ കിടന്ന് ഡയലോഗ് വിടാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ മനുഷ്യ. ആ എന്നാ അതേ വന്നു കഴിഞ്ഞു. ആളെ മയക്കണ കുപ്പി, ആളെ കറക്കണ കുപ്പി, വെന്ത് നടന്നാലും കുപ്പി, ആ വെന്ത് നടന്നാലും കുപ്പി, ഏത് ബന്ധു കിടന്നാലും കുപ്പി. തോൽവി തോൽവി സാധനമുള്ളത്. നമ്മടതല്ലേ. ഇത് കത്തിച്ചില്ലേ ഇത്? കത്തി കൈ പൊള്ളി അപ്പൊ നിർത്തി. എടി നീ എപ്പ എഴുന്നേറ്റതാടി? നീ എപ്പ എഴുന്നേറ്റതാ? ഇപ്പൊ എണീറ്റേ എപ്പ എഴുന്നേറ്റ്? ഇപ്പൊ. ഒറ്റ കീറിയാൻ പറ്റുന്നതാണല്ലോ. നിനക്കറിയാമോ സ്വഭാവം? അടിച്ചു വെച്ചാണല്ലോ നിന്റെ കവളത്തിരിക്കണം, താൻ തെറിച്ചു പോവും. അറിയാവോ? എന്നാടി നീ കണ്ണു വീഴിക്കണേ? അടിക്കുന്നെങ്കി അടി. അരിയെടുപ്പത്ത് കിടക്കുക പോയി വാർത്തരാണുള്ളത്. ശരിയാക്കി തരാം ഞാൻ. അച്ഛാ, ദേ അച്ഛൻ്റെ ലൈസൻസിലുള്ളതാണ് ഈ ഷാപ്പ്. അച്ഛൻ കടവും കടത്തിൻ്റെ കൂടുമായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ അങ്ങ് പോയി. ഇപ്പോൾ ഇതെൻ്റെ കയ്യിലാണ്. ഒരൊറ്റ ആൾ പോലും കയറില്ല. എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ആരെങ്കിലും നടപ്പുണ്ടെങ്കിൽ അവരൊക്കെ ഈ ഷാപ്പിലേക്ക് ഒന്ന് വിളിച്ചുകൊണ്ട് പറയും. സത്യമായിട്ട് പറയുക, അടുത്ത ശിവരാത്രിക്ക് ബലിയിടുമ്പോൾ 4 കുപ്പി അച്ഛന് വേണ്ടി ഞാൻ സെറ്റ് ചെയ്തു. പൂട്ടിക്കും പൂട്ടിപ്പിക്കും, പൂട്ടിക്കും പൂട്ടിപ്പിക്കും, പൂട്ടിക്കും പൂട്ടിപ്പിക്കും, പൂട്ടിക്കും പൂട്ടിപ്പിക്കും, ഷാപ്പുലങ്ങൾ പൂട്ടിപ്പിക്കും, ഷാപ്പുലങ്ങൾ പൂട്ടിപ്പിക്കും, പൂട്ടിക്കും പൂട്ടിപ്പിക്കും, ഷാപ്പിലങ്ങൾ പൂട്ടിപ്പിക്കും. ഷാപ്പ് കൂട്ടുന്നോ? അവളാലോ പൂട്ടിക്കും പൂട്ടിക്കും, ഷാപ്പുലങ്ങൾ പൂട്ടിക്കും, പൂക്കിട്ടിക്കും. പൂട്ടിക്കും പൂട്ടിക്കും, ഷാപ്പിലങ്ങൾ പൂട്ടിക്കും. ശരിയാക്കി തരാം. പൂട്ടിക്കും. എങ്ങനെയെങ്കിലും പച്ച പിടിച്ച് വരുമ്പോഴത്തേനും അത് പൂക്കിട്ടിക്കും എന്ന് പറഞ്ഞിട്ട് വന്നേക്കുവാ. റെഡിയാക്കി തരാം. ഹലോ സുരേ, സുരേ, എടാ സുരേ. എന്നോ? എടാ ഇവിടം വരെ ഒന്ന് വരാവോടാ, ഷാപ്പ് വരെ. വരൂല്ല. എന്നതാടാ, നീ ഒന്ന് വാ. ഇന്നലെ എന്നെ ചവിട്ടിയിറക്കി പുറത്തിറക്കി വിട്ടതല്ലേ? എടാ അത് ഇന്നലത്തെ കേസ് ഇവിടെ. എടാ ഇവിടെ വലിയ പ്രശ്നം നടക്കുവാണ്. ഷാപ്പ് പൂട്ടണമെന്ന് പറഞ്ഞ കുറെ ആൾക്കാർ വന്നേക്കുവാ. എന്നെ വീണ്ടും വിളിച്ച് തല്ലാനല്ലേ? അല്ലെന്ന്. നീ ഇങ്ങോട്ട് വാ. നിനക്ക് 3 കുപ്പി ഞാൻ എടുത്ത് മാറ്റി വെച്ചോണ്ട് ഇങ്ങോട്ട് വാ. ഡെസ്കിൽ കൊട്ടി പാടിയപ്പോ എന്നെ വഴക്ക് പറഞ്ഞില്ലേ? പാട്ട് കൊള്ളിയല്ലാണ്ട് പറഞ്ഞതല്ലേ മോനെ. വാ ഇങ്ങോട്ട്. ഞാൻ വന്ന കള്ള് തരുമോ? താരാന്ന്. ഉറപ്പാണ്? ഉറപ്പ്. അന്നാ ഓക്കെ, വന്നു വരും. നീ അറിഞ്ഞോ മെളിമനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ മെളിമനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ സ്വർഗത്തിലെ അമ്മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മെളിമനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ശരാ ഇതെന്നാ? വിലവിവരപ്പട്ടിയോ? പട്ടിയല്ല, പട്ടിക. കള്ളിലി 120. അതെ, എന്നാ പ്രശ്നം? ഷാപ്പ് പൂട്ടിക്കാനാണ്. ഇതുകൊണ്ടല്ലോ ബോർഡ് എഴുതി വെച്ചുകൊണ്ട് വന്നിരിക്കുവാണ്. നമ്മുടെ ഈ ഷാപ്പ് പൂട്ടിക്കാൻ എത്തിയേക്കാണ്. അപ്പൊ ഇത് ഞാൻ ഒഴിവാക്കി തരണം. സാധിക്കില്ല. ഇതങ്ങ് പിടിച്ചേ. സാധിക്കുമോ? സാധിക്കും. അവർ സാധിക്കും. മുതുമൂപ്പനാന്നുള്ളത്. ചെല്ല്. ഇതിവിടെ തന്നെ ഇരിപ്പുണ്ട്. ശിവനകത്ത്
പോ, 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 പോ. മദ്യം വിഷമാണ്. ആ കൈയൊന്ന് നോക്കിക്കേ. ആ പിടിച്ചങ്ങനെ കൈയൊന്ന് നോക്കിക്കേ. ചുമ്മാ ഒന്ന് പോക്കാൻ പറ്റുമോ? മറ്റേ കൈ ഇതുപോലെ ആക്കണോ? എല്ലാം ആവതുണ്ടെങ്കിൽ വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അയ്യോ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. 2 കണ്ണിൻ്റെയും കണ്ണിപ്പീളെ കിടക്കുക മദ്യം ഇന്നലത്തെ. ആരോഗ്യരക്ഷന് മതില പണിതൊക്കെ അവിടെ. ഓ, ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണ്ട ഓടുന്നുണ്ട്. താഴെ നിന്നാണ്ട് ചാടിപ്പോയി ചിരിക്കണ്ടോ അത്. ആ ചേട്ടൻ പിന്നെ നോക്കിച്ചിരിക്കുക. പേരനാ അമ്മയ്ക്ക് അടുത്ത് പ്രതാപ്. പ്രതാപ്. ഇരിപ്പ് കണ്ടാ അറിയാം, നല്ല പ്രതാപമായിട്ടാണ് ഇരിപ്പ്. ഞെളിഞ്ഞ കൊച്ചിൻ്റെ തലയിൽ അല്ല മടിയിൽ തലയും വെച്ച്. ഷാപ്പടച്ചു പൂട്ടുക മദ്യവിരുദ്ധ സമിതി. കുടിയൻ വീട് മുടിക്കും. ശരിയാ, മുടിക്കും. അവൻ്റെ മൊഹോരിക്കാണ്ട് എന്നോടാണ്ട് ഞാനാ രക്ഷകർത്താവെന്നുള്ള രീതിക്ക് അവനത് പിടിച്ചിട്ടിരിക്കണേ. കുടിയൻ വീട് മുടിക്കും. ഏത് കുടിയാണ് വീട് മുടിച്ചിട്ടുള്ളത്? ചങ്കിക്കൊള്ള എഴുത്തും എഴുതിക്കൊണ്ട് വന്നിട്ട് അവൻ അയ്യോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് നടുക്കിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ പാവപ്പെട്ട ഒരുത്തനിവിടെ ഷാപ്പ് നടത്തുന്നു. തലമുറകളായിട്ട് നടത്തുന്ന ഷാപ്പാണ്. ഈ വക അഭ്യാസം പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് ഒരാൾ വരണം, ലോങ്ങിൽ നിന്ന് ഒരാൾ വന്നാൽ അപ്പം തന്നെ ചോദിക്കും ഇത് ഏതിലെ വരണ്ടേന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറയണത് എന്താ? ഷാപ്പിന് കഴിഞ്ഞിട്ട് 3ാമത്തെ സ്റ്റോപ്പിൽ വന്നാൽ. സ്കൂളിലേക്ക് വരുമ്പോൾ ആൾക്കാർ പറഞ്ഞാ സ്കൂൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഷാപ്പ് കഴിഞ്ഞിട്ട് 2ാമത്തെ സ്റ്റോപ്പ് സ്കൂള്. രാജമ്മയുടെ വീട് എവിടെയാ? ഷാപ്പിൻ്റെ പുറകെ കൂടെ ഊർന്നിറങ്ങി ചെന്നാൽ മതി രാജമ്മയുടെ വീട്. എപ്പോഴും പറയുമ്പോൾ ഈ ഷാപ്പ് വെച്ച് പറഞ്ഞാൽ നിങ്ങളൊക്കെ വീട്ടിലേക്ക് വന്ന ആൾക്കാർ എത്തിക്കുന്നത്. എന്നിട്ട് ഈ ഷാപ്പ് പൂട്ടിക്കണം അല്ലേ? ഈ ഷാപ്പ് ഇവിടെ ഇരുന്ന് എന്നാ കുഴപ്പമില്ല. ഹൗ ആർ യു, ഹൂ ഡു യു? മൈക്കോച്ചോടാ എന്നാ വിഷയം എന്നാ? യു ആർ യു ഡോണ്ട് റിപ്പീറ്റ്. താങ്കൾ കിട്ടുന്ന പൈസ മുഴുവനും കുടിച്ച് റോഡുകളെ തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ ആടി നടക്കുന്ന ശരിയായ ഒരു പ്രവണതയാണോ? അതാണ് ആടിയാടി തെക്കോട്ടും വടക്കോട്ടും ഇവിടെ എഴുതിയേ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എനിക്കറിയാം അതിന് മറുപടി പറയില്ലെന്ന്. ഇനി ഞാൻ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞേക്കാം. സംഭവം സ്റ്റോപ്പ് വേ ഫോർ ദിസ് സ്റ്റോപ്പ് ദിസ് ഷാപ്പ്, നോട്ട് എ സ്റ്റോപ്പ്. ദിസ് ഈസ് വർക്കിംഗ് ഫോർ ദിസ് ടുഡേ. ഓക്കെ, ഐ കാം കണ്ടിന്യൂ ടു നോട്ടീസ്. ഇറ്റ് ഈസ് നെവർ. അപ്പോൾ സംഭവം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ജീവിച്ച് പോട്ടെ എന്ന്. ശിവാണ എന്നോടാ പേ എങ്ങനെയായി പിടിച്ചേ. ഇത് ഇത് പിടിച്ചോ മാറ്റി അവർ സംഭവം തീർന്നാ? ആ എന്നാ നീ 2 അടിച്ചിട്ട് വിട്ടോ. 2 അടിച്ചിട്ട് പൊക്കോ. എന്താ ഇങ്ങനെ ഈ ഇരിക്കണ മകൻ തന്നെ ഇല്ലേ ഇയാള്? അതെ, ഈ സ്വഭാവം കാണിക്കുള്ളൂ. പരിപാടി ഞാൻ കഴിഞ്ഞ പൊക്കോ ഇട്ടോ അല്ലേ? ഇവിടെ ഞാൻ ഈ ഷാപ്പിലേക്ക് കയറി വേണ്ട എന്താണെന്നറിയോ? തന്റെ ഷാപ്പിലെ കള്ളു കുടിക്കാനല്ല, പിന്നെ എന്റെ തവളല്ലേ. തവള എവിടെ? തവള കണ്ടത്തില്ല. തവളയല്ല, കരള്. കരള് കറി ഇന്നില്ല ഇവിടെ. എടാ എന്റെ കരള്. നിന്റെ കരള് ഷട്ടിനകത്തല്ലേ? അതല്ലെന്ന്. എന്റെ കരളിന്റെ കരളായ എന്റെ മീൻകുട്ടി എവിടെ? അവള് ഇവിടെ ഇല്ല. അവള് പുറത്ത് പോയേക്കുക. അന്ന് അവള് വന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. എന്തിനാണ് ആ പെണ്ണിന്റെ പുറകെ നടക്കണേ? എടാ നിനക്ക് 1000 പെണ്ണുകൾ വേറെ കിട്ടൂലേ? എവിടെ? ബോംബെ ചെല്ലു. ബോംബെയിലാ? എനിക്ക് മീൻകുട്ടീനെ മതി. അവള് വന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അറിയാവാ, അവളെ കണ്ടിട്ട് ഞാൻ പോകുള്ളൂ. എന്റെ ജീവന്റെ ജീവനായ മീൻകുട്ടീനെ, ഇവിടുത്തെ കറിക്കച്ചവടക്കാരത്തി മീൻകുട്ടീനെ, എന്റെ സ്വന്തം മീൻകുട്ടീനെ. അതെ വരുന്നുണ്ട്. നീ 1000
അയല വറുത്തുകൊണ്ട് കരിമീൻ പൊള്ളിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് പാടി കിടന്ന ആൾക്കാർ ഇവിടെ വന്ന സാധനം കൊടുക്കാനില്ല കേട്ടോ. അത് ഞാൻ വെറുതെ പാടി വന്നതല്ലേ. വെറുതെ പറഞ്ഞത് ഞാൻ ഹോട്ടലിൽ പോയി സാധനം മേടിച്ചോണ്ട് കൊടുക്കേണ്ടി വരും. ഞാൻ ഉള്ള വെച്ച് ഉണ്ടാക്കി എടുക്കുക. ഇത് വിട്ട് കറിക്കൊണ്ട് പോവുക. പറഞ്ഞ കാര്യം എന്തായി, തീരുമാനം എന്തായി? എന്ത് ഞാൻ നടക്കൂല, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എന്നെ ഇഷ്ടമല്ലെന്നാ? ആ, നീ പിന്നെ ആരാണ് തീർച്ചപ്പെടാൻ പോണത്? എനിക്ക് കള്ളു കുടിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത, വേറെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ചെറുക്കനെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം. ഈ കള്ള് കുടിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത, കൃഷിയിലുള്ള ഒരുത്തൻ നിന്റെ കൂടെ പൊറുക്കുവോ? അങ്ങനെ അഥവാ ഒരുത്തൻ വന്ന് കല്യാണം കഴിച്ചാൽ തന്നെ ആ കല്യാണം കഴിഞ്ഞാൽ അന്ന് പോലെ അവൻ തുടങ്ങുകയും ചെയ്തു. അവന് വലിയ അതാണോ? ഇതിനൊക്കെ നീ അഹങ്കാരം ഇവിടെ കിടന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല. നിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് ഇവിടെ ആണിനെ കൊണ്ടുവന്ന് ഒരു ചെറുക്കന്മാരെ കൊണ്ടുവന്ന് നിന്നെ കാണിക്കുന്ന ബ്രോക്കറില്ലേ, അവനെ ഞാനുണ്ടല്ലോ, അവന് വേണ്ടി കൊണ്ടുവരണവനെ അവനെ ഞാൻ കീറും. അവനെ ഞാൻ കീറും പറഞ്ഞാൽ കീറിയിരിക്കുക. അവനെ ഇവിടെ വെട്ടാമര വെട്ടി വെട്ടി വീഴ്ത്തും ഞാൻ അവനെ. എൻ്റെ മേശയല്ല, ഞാൻ ആദ്യം അവനെ കണ്ടേച്ചു വരാം, അതിനുശേഷം നിന്നോട് സംസാരിക്കാം. അയ്യോ വേണ്ട. അവനെ ഞാൻ 143. പറഞ്ഞ കേട്ടാ, ബാലാമണി പറഞ്ഞു കേട്ടോ? എന്താന്നേ 143 കേട്ടു എന്ന് പറഞ്ഞാ 143 എന്ന് പറഞ്ഞാ അതെ, കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് കുടിച്ചിട്ട് പോയ 143 രൂപ 143 തന്നിട്ട് പോയാ മതി. മനസ്സിലായോ? അതാണ് 143. ആ, നിന്നെ ശരിയാക്കി തരാം. നിന്റെ അഹങ്കാരം ഞാൻ ശരിയാക്കി തരാം. മറിയോളൂ നിന്നെ ഇന്ന് അവളെ കീറിയിട്ട് ഞാൻ വരത്തുള്ളൂ. ഒറ്റത്തിന് മറം ബ്രോക്കറല്ലേ ആ, അവനാണല്ലോ. അവന് നീ ഇവിടെ ഞാൻ മുന്നവരെ ഇവരെന്തൊക്കെ എന്നെ കുറിച്ച് കുറ്റം പറയണമെന്ന് കേട്ട് എന്നോട് വരുമ്പോ പറയണം. വരില്ല. എന്റെ കത്തിനോട് സംസാരിക്കും നിങ്ങളോട്. ഞാൻ പോയിട്ട് വന്നെ വരാം. ഈ കത്തിയൊക്കെ സംസാരിക്കുവോ? പിന്നില്ലാതെ കത്തി അടിക്കാന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. പിന്നെ ഇന്ന് എനിക്ക് ലീവ് വേണം. ഇന്ന് എന്നെ പെണ്ണ് കാണാൻ വരുന്ന ദിവസം. അയ്യോ ഇന്ന് ലീവില്ല. ഷാപ്പിൽ ഒരു പണി ആയിരുന്നില്ല. ലീവ് അയ്യോ, ഞാനവിടെ ചായ വെച്ചിരിക്കുന്നു. അതൊന്നും വരില്ല, ഇവിടെ നിന്നാ മതി. ആ അല്ലാതെ റെഡിയാക്കാം, അത് കുഴപ്പമില്ല. പെണ്ണ് കാണല്. കല്യാണം കഴിഞ്ഞാണോ? ഒരെണ്ണം ഉണ്ടായിരുന്നോ നോക്കി? ആ 3 ഉണ്ട്, ഞാൻ നോക്കിക്കോളാം. നല്ലൊരു പയ്യനുണ്ട് എൻ്റെ അടുത്ത്. അയ്യോ എന്തായി? എന്തായിന്ന്? അവളെവിടെ? ഇത് വന്നോരും പോണോരൊക്കെ അവളെവിടെ എന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ അന്ന് മീനൂട്ടി എവിടെയെന്ന്? മീനുട്ടി ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ അവൾ ഇന്ന് ഇവിടെ വന്നാ പെണ്ണ് കാണാൻ ഇന്ന് അവളെ അവിടെ വീട്ടിൽ ആള് വരുമെന്ന് പറഞ്ഞില്ലേ? അതങ്ങനെ ഇവിടെ പണിയൊന്നും ആയിട്ടില്ലെന്ന്. പണിയായിട്ടില്ലേ? ആ അവൻ ചെറുക്കനോട് പറഞ്ഞു ഷാപ്പിലോട്ട് വരാൻ, ഷാപ്പിൽ വന്ന് കണ്ടിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. ആണ്ട് അതെന്താ വർത്തമാനം പറയാം? ഷാപ്പിൽ വന്ന് പെണ്ണ് കാണാനോ? അവൻ കള്ളു കുടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, ഒന്നും ചെയ്യാത്തൊരു പയ്യൻ. അത് സാരില്ല, കണ്ടൊന്ന് സംസാരിച്ചാൽ മാത്രം മതിയല്ലോ. അയ്യോ, അത് നടക്കുന്ന കാര്യമല്ലെന്ന്. അതിന് നടക്കില്ലാത്തന്നെ. നടക്കുകയല്ലെന്ന് പറഞ്ഞാൽ ഒന്നാമത് അവര് പച്ചപ്പരിഷ്കാരി ചെറുക്കനാ. അവിടെ ഭാഗ്യത്തിന് അവനെ കിട്ടിയതാ. ആണോ? ആ സാരില്ല, വരുമ്പോ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കാം. എന്ന് പറഞ്ഞു നോക്കാം. ആ അവനൊരു 11:15 വള്ളിക്കിഞ്ഞ് വരും. വള്ളിക്ക് വരാൻ അവനെ മൗഗുളിയാണ്. വണ്ടിയില്ല, വണ്ടിയൊക്കെ ആയി വരുന്നുള്ളൂ. കാട് പ്രദേശത്ത് താമസിക്കുന്ന ആളാ. വള്ളി തൂങ്ങിയാ വരുന്നേ. അപ്പൊ അവൻ അന്നേരത്തേക്ക് വരത്തുള്ളൂ. അപ്പൊ ഞാനത് വിളിച്ച് ക്ലിയർ ചെയ്യാം. അപ്പൊ എന്നാ ഉണ്ട് കഴിക്കാൻ? എന്നാ ഉണ്ട്? എന്നാ എന്തെങ്കിലും താ കഴിക്കാൻ. എന്നാ അപ്പൊ ഉള്ളേ? കൊക്കറച്ചി ഉണ്ടോ? ആ കൊക്കറച്ചി പൊളിക്കും. കൊക്കറച്ചാ 650 രൂപയാവും. 650 രൂപ കൊക്കറച്ചിക്ക്? അതെന്തോ അത്രയും വില? കൊക്കനെ പിടിക്കാൻ എന്നാ ബുദ്ധിമുട്ടാണെന്നറിയോ? അതിന് പിടിച്ചോണ്ട് വന്ന് ഉണ്ടാക്കി വെക്കണ വലിയ ബുദ്ധിമുട്ടാ അതിന്. അതെന്തോ അത്രയും പാടുന്നതോ? എടാ കൊക്കനെ നമുക്ക് പെട്ടെന്ന് കിട്ടുവോ? ഇല്ല. കൊക്കൊക്കെ ഈ കണ്ടത്തി ഇരുന്നോണ്ട് തവളേനെ വിഴുങ്ങിയിട്ട് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുമ്പോ പുറകിടെ ചെന്ന് കൊക്ക എന്ന് വിളിക്കുമ്പോ കൊക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഈ വശത്തോടെ ഓറഞ്ചിന്റെ തൊലി കൊണ്ട് കണ്ണിൽ ഒറ്റ ചീച്ചിരും. ചീച്ചിച്ച് കഴിഞ്ഞാൽ അയ്യോ എന്റെ കണ്ണുപോയെന്ന് പറഞ്ഞ് കരയും. ആ സമയത്ത് തന്നെ നമ്മൾ മുളക് മല്ലിപ്പൊടി എല്ലാം കൂടെ കൂട്ടി ഒരു വെള്ളത്തിലാക്കി അങ്ങ് കഴുകും മുഖം. ആണോ? ആ അന്നേരം ഇത് ഈ മുളകും മല്ലിപ്പൊടിയൊക്കെ എന്തിനാ കഴിയുന്നത്? പിന്നെ മസാല ചേർക്കണ്ടല്ലോ, നേരെ അങ്ങ് എടുത്തിട്ട് ഉണ്ടാക്കിയാ പോരെ. അതിന് വേണ്ടിയാ? അത്രേ ഉള്ളൂ.
എന്നാ വേറെ എന്തോട്ട് കഴിക്കാൻ? വേറെ കുഞ്ഞാഞ്ഞുണ്ട് കുഞ്ഞാഞ്ഞ. ആ കുഞ്ഞുഞ്ഞുണ്ട്. കുഞ്ഞുഞ്ഞോ? ആ. അതെന്താ സാധനം? കുഞ്ഞു എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? ഇല്ല. ആമയിറച്ചിക്ക് പറയുന്ന പേരാ. ആമയിറച്ചി എന്ന് പറഞ്ഞാൽ പോലീസ് പിടിക്കും. ഓ ഓ ഓ ഓ. അപ്പൊ കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഈ ആമയം കൊണ്ട് തന്നെ പുള്ളിയുടെ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഞ്ഞുഞ്ഞ് ഒരെണ്ണം അച്ഛനും എടുക്ക. അച്ഛൻ എന്ത്? അച്ഛനും ഒരു കുഞ്ഞുഞ്ഞ് തരാം കേട്ടോ. ഏ? അച്ഛനുണ്ട് എന്റെ കൂടെ. അച്ഛനോ? ആ അച്ഛൻ ഷാപ്പിൽ ഞാൻ എപ്പോ വന്നാലും അച്ഛൻ്റെ ആത്മാവിന്റെ കൂടെ വരും. എവിടെ? ദേ ഇവിടെ ഉണ്ട് ആള്. കുഞ്ഞു കൂട്ടി കുടുക്കന ഒരു സാധനോടെ മേടിച്ചാൽ അടിക്കാൻ നമുക്ക്. ദേ ഇപ്പുറത്ത് കുഞ്ഞു കൂട്ടി സ്ഥിരം ഒരു സാധനം നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു മൂപ്പനൊരു സാധനം ഉണ്ട്. അത് കൊടുക്കാം. എന്നാ അല്ല ഒന്ന് സംസാരിക്കാൻ. സംസാരിച്ചോ? അതെ, ആ ഈ മരിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ദേ ഇവിടെ. ഈ മരിക്കുന്നതിന് മുമ്പേ അച്ഛാ ഒരു 650 രൂപ ഇവിടുന്ന് ഇവിടെ അച്ഛാ മറ്റേ ഷാപ്പില് ഒരു 650 രൂപ പറ്റിയായിരുന്നു. അതുണ്ടോ കയ്യിൽ? അല്ലെങ്കിൽ ഞാൻ മകനോട് മേടിച്ചോളാം. അച്ഛാ എന്തെങ്കിലും ഒരു കാര്യം എവിടെ വരുന്നത്? ഈ ഷാപ്പിൽ വരുമ്പോഴാ അച്ഛൻ്റെ ആത്മാവിന്റെ കൂടെ വരുന്നത്. അപ്പൊ തന്നെ നിങ്ങളെ കടത്തിന്റെ മണ്ടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞോളൂ. നാട്ടിലെ കള്ള് നല്ല കള്ളാണ്. മുഴുവൻ പറഞ്ഞില്ലേ? എടുക്കും ഞാൻ, നിന്നെയൊക്കെ എടുക്കും ഞാൻ. വെറുതെ വിടുന്നവല്ലേ. ഹലോ, എടാ വാടാ, നീ എവിടെയാടാ? അതാണ് അവരുടെ വീട്ടിൽ നടക്കത്തില്ല. നീ ഷാപ്പിലോട്ട് വന്നേരെ. അതൊന്നും ഒരു കുഴപ്പമില്ല, നീ ഇനി പോരെ. അവൻ ഷാപ്പിൽ വരുന്നില്ല. നീ എങ്ങനെയെങ്കിലും ഇവിടെ ചോദിച്ചാൽ മതി. വാട വെസ്റ്റ് ടൈമിൽ ഇറങ്ങി ഷാപ്പ് ഏത് ചോദിച്ചാൽ മതി. അവൾ ഇവിടെ ഉണ്ട്, ഇവിടെ വന്ന് കണ്ടിട്ടങ്ങ് പോവാം. ഒന്നുകൊണ്ട് പേടിക്കണം, നീ പോരെ. ഓക്കെ 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 ഓക്കെ. ആളെ മയക്കണ കുപ്പി, ആളെ കറക്കണ കുപ്പി, വെന്ത് നടന്നാലും കുപ്പി, ആ വെന്ത് നടന്നാലും കുപ്പി, ഏത് വെന്തു കിടന്നാലും കുപ്പി. ഇതൊരു വൃത്തികെട്ട സ്ഥലമായത്. കുതിരോട്ടം പപ്പു. അതാ ബ്രോക്കർ ഇവിടെ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരേണ്ട വലിയ കാര്യമുണ്ടോ? നീ വാ 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 വാ. ഭയങ്കര വൃത്തിയാ. ഭയങ്കര വൃത്തിയാ. ഞാൻ ആ ക്രിസ്റ്റഫറിനിങ്ങ് പോന്നു. ക്രിസ്റ്റഫറോ? ആ, അതിന് നിങ്ങൾ വള്ളി തൂങ്ങില്ല അങ്ങോട്ട് ചോദിച്ചു. അവിടെ ബസ്സില്ലല്ലോ. അതേതോ? ഞാൻ ആ വള്ളിക്ക് പേരിട്ടേക്കണ ക്രിസ്റ്റഫർ. ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഇവനിവിടെ നിൽക്കാം. അതെ, പറ്റുബുക്ക് പ്രത്യേകിച്ച് വാങ്ങണ്ട. തല 1.5 ഇഞ്ച് മറ്റേ പേജുള്ള ബുക്കിന്റെ കൂട്ടി ജീവി വെച്ചേക്കും. കണ്ടില്ലേ? അത് ശരിയാ. അതെ, എന്നാ പിന്നെ വിളിക്കാം. പെണ്ണിനെ വിളിക്ക്. പെണ്ണിനെ വിളിക്ക്. ഒരു കൊതി, ഒരു കാണാനൊരു കൊതിയുണ്ട്. ചെറിയ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അവള് ഷാപ്പും കാര്യങ്ങളൊക്കെ ആണേലും ആ സുന്ദരി. കണ്ടാ സുന്ദരി. സുന്ദരി ഇത് സ്വഭാവം വേണ്ട. അതെ, ഞാൻ ഈ പാലും ചായ ഒന്നും കുടിക്കല്ല. അതാ. അയ്യോ, ഇത് പാലല്ല, കള്ള ചായ വീട്ടിയിരിക്കുന്നു. ഞാൻ കുടിക്കില്ല. കള്ളു കുടിക്കില്ല? ഇല്ല, ഞാൻ കുടിക്കില്ല. കള്ളു കുടിക്കില്ല. അതെ, എനിക്കൊന്ന് ഒറ്റക്ക് സംസാരിക്കണം. ഒറ്റക്കൊന്ന് സംസാരിക്കണം. ഒറ്റയ്ക്ക് സംസാരിക്കണം. എത്ര മണിക്കൂർ സംസാരിക്കും തന്നെ നിന്നോണ്ട്? 2-3 മണിക്കൂർ ഒറ്റയ്ക്ക് സംസാരിക്കുമോ? സംസാരിക്കും. ഞാനിവിടെ ഇരുന്നോളാം. ശരി, അങ്ങോട്ട് ഇവിടെ ഞാൻ പറയാം. ഈ സംസാരിക്കുമ്പോൾ ഒരെണ്ണം അടിച്ചിട്ട് സംസാരിക്കും. നമ്മളൊരു പെണ്ണെ അതല്ലെന്ന് എനിക്ക് പെണ്ണിനോട് സംസാരിക്കണം. എടാ, പെണ്ണിനോട് സംസാരിക്കാൻ അതിന്റെ ടെൻഷൻ ഇല്ലേ? ആ ടെൻഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി ഒരെണ്ണം വിട്ടിട്ട് സംസാരിക്കാൻ പറഞ്ഞു. കള്ളോ? ആ അയ്യേ, അതൊന്നും ശരി. ഒരെണ്ണം വിട്ടു നോക്കാം. 100 കാര്യം പറയുന്നേ ഇവിടെ നിന്ന്. ആ നീ ഒരെണ്ണം അടിക്കുക. ഏത് കള്ള ഇത്? എടാ, ഇന്നാലെ ചെത്തുകളാ നല്ല സാധനം. അത് ചെത്ത് കള്ള. ആ പിന്നെ ചെത്താണ്ട് പിന്നെ തന്നെ ഇറങ്ങി വരുവാ കള്ള്. എടാ, അടിക്കട്ടെ. അടിച്ചോ. നിങ്ങൾ പറ. അവന് ഒരെണ്ണം കുടിച്ചോ, ഇവിടെ ഇതേ ഉള്ളു. പാലാന്ന് കരുതി കുടിച്ചോ. പാലാന്ന് കരുതി ഒരെണ്ണം കുടി. ആ. ശരിടാ, കുഴപ്പമില്ലെന്ന് ഞാനല്ലേ പറഞ്ഞു. കുടി കൂടിയാടാ. ആ ടെൻഷൻ കൊടുത്തു.
ഏ? എന്നാ. ഇതെന്തുവാ? കൊക്കർച്ചി എങ്ങനെയുണ്ട്? ഒന്നാം തരം ബീഫ് എടുത്ത് വെച്ചിട്ട് നീ കൊക്കർച്ചെന്ന് പറഞ്ഞു എനിക്ക് എന്താ പട്ടി അയ്യോ! ഇതാണ് നീ നീ ഏതാണ് നീ നീ കള്ളു കുടിക്കടാ. ഇല്ലടാ എനിക്കല്ലേ കള്ളു കുടിച്ച് ഇറങ്ങിയല്ലേടാ കള്ളു കുടിക്കുന്ന പറഞ്ഞിട്ടില്ല. നീ കള്ളു കുടിച്ച് ഇറങ്ങില്ല ആരാണ് ഇത് ആരാണ് ഇത് ഇവിടെ പോടാ നീ. ആരാണ് നിങ്ങൾ ഇവിടെ വാടി. ഇവിടെ വാടി ഇങ്ങോട്ട് അറിയിട്ടി ഇതാണ് നിനക്കെന്നെ കാണുമ്പോ ഒരു പുച്ഛം എണീക്കടാ ഓടിക്കത്ത ഓടിയത്ത അമ്പളൊരു വർത്താനം പറഞ്ഞെടുത്ത് തന്നെ കള്ളു കുടിക്കാൻ കള്ളു കുടിച്ച ഇവിടെ എന്താ കുഴപ്പം കള്ളു കുടിച്ച എന്താ കുഴപ്പം ആണ്ടെ ആണ്ടെ അകത്ത് മൂപ്പുണ്ടോ ആ അവിടെ നിന്ന് അടിച്ചിട്ട് വരാം. ഏതാ മൂത്തത് അയ്യോ ഞാൻ മൂത്തതല്ല എന്നെക്കാളും മൂത്തത് വേറെ ഉണ്ട് ഞാൻ ഇളയതാണ് ഇവൻ ചില്ലറക്കാരനല്ലല്ലോ. ആണ്ടവല്ലോ അടുത്ത നോക്കിയേ നോക്കിയൊന്ന് പിടിച്ച് നോക്കിയാ ഞാൻ ഇനി അത് അല്ലടാ ഒരാവേശത്ത് ചെയ്തതാ അല്ലേ ഓക്കോ വിട്ടറാ നീ ആ യൂണിയൻകാരോടൊന്ന് പറഞ്ഞു കിട്ടാൻ. എടീ എന്നെ അങ്ങനെ ആരും പുച്ഛിക്കേണ്ട കാര്യമില്ല. ഞാൻ ആരാണെന്നും എന്താണെന്നും എല്ലാവർക്കും ഞാൻ പഠിപ്പിച്ചു തരും. ട്രാ. ഹാ. इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः बलदेवानन्द सागरः ആരാ തെണ്ടി? ബ്രോക്കർ കൊണ്ടുവന്ന ചെറുക്കനാ. കളരിയാണോ പട്ടി? ഇതുവരെ ഞാൻ ഇതുപോലെ തല്ലിയിട്ടില്ല. ആരാ നീ? എടീ ആരാ ഇത്? ഇവക്ക് കൊണ്ടുവന്ന പയ്യൻ. നീ അല്ലടി പറഞ്ഞേ മദ്യപിക്കുകയില്ല സിഗരറ്റ് വലിക്കില്ല യാതൊരു ദുശീലല്ലാത്തതിനെ കെട്ടോളന്ന്. ഞാൻ അറിഞ്ഞു ഇതുപോലത്തെ വൃത്തിയായിട്ടാണ് ഞാൻ ഇവിടെ വിളിച്ചോണ്ട് വന്നേ കാണുന്നത്. ഇയാൾ കൊണ്ടുവന്നതാ ഞാൻ പറഞ്ഞില്ലേ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരാ. നമ്മക്ക്